ഈ വീഡിയോ ആരുടെ മനസ്സും കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാണ്. ഏയ് വേണ്ട 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 വേണ്ട. ആരും ഈ വീഡിയോക്ക് റിപ്ലൈ ചെയ്യണമെന്നോ ഒരു മെസ്സേജ് ചെയ്യണമെന്നോ ഒന്ന് തംസപ്പ് ഇടണമെന്നോ ഒരു കാര്യവും ചെയ്യണമെന്ന് പ്രതീക്ഷയോടെയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ ഈ വീഡിയോ കണ്ടെന്നോ കണ്ടില്ലെന്നോ നിങ്ങൾക്ക് എന്ത് വേണേലും നടിക്കാം. കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഹബ്ബിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഇനി എന്നെ ഫ്രണ്ട്സ് ആയിട്ട് കരുതുവോ കരുതാതിരിക്കുവോ എന്ത് വേണേലും ചെയ്യുന്ന ആൾക്ക് ഈ വീഡിയോ ശരി അതൊക്കെ പോട്ടെ. നമ്മുടെ ഹബ്ബിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചില കാര്യങ്ങൾ അതെല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമേ ഈ വീഡിയോയുടെ ഒരു മോട്ടോ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ജോയിൻ ചെയ്ത അന്ന് തൊട്ട് അവിടെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഒരു 3 ദിവസം ലീവ് എടുത്തപ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. ഇവിടെ 4 രീതിയിലുള്ള ആൾക്കാരുണ്ട്. എങ്ങനെ 4 രീതിയിലുള്ള ആൾക്കാരുണ്ട്. 1 ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ്. 2 ഇതൊക്കെ എന്തിന് പെർഫോം ചെയ്തിട്ട് എന്ത് കിട്ടാൻ എന്നുള്ള രീതിക്കുള്ള ആൾക്കാർ. 3 ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആൾക്കാർ. 4മതൊരു ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അവസാനമായിട്ട് പറയാം. ഈ ആദ്യം 3 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഫസ്റ്റ് ഉള്ളവർ പെർഫോമൻസ്. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം സൂപ്പറാണ്, എനിക്കെല്ലാം അടിപൊളിയാണ് എന്നുള്ള ആൾക്കാർ ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല, എന്നാലും ഞാൻ ഇവിടെ വെച്ച് കണ്ട ചില കാര്യങ്ങൾ ഒരു ന്യൂക്ക് പറഞ്ഞ രീതിക്ക് ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പെർഫോമേഴ്സ് ആണ്, നിങ്ങൾ സീനിയേഴ്സ് ആണ്, നിങ്ങൾ എല്ലാം അറിഞ്ഞ ആൾക്കാരാണ്. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ലീഡേഴ്സ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അതെ, ലീഡർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹബിലോട്ടോ നമ്മുടെ ടീമിലോട്ടോ പുതിയതായിട്ടൊരാൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട്, നിങ്ങൾ ഈ പഠിച്ചേക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട്, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് അവരെ ഈ ഹബിൽ പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ അവർക്കൊരു 10 രൂപ ഏർണിങ്സ് അധികം കിട്ടാനും എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഞാൻ എന്തിനു സഹായിക്കണം? ഞാൻ ഇവിടെ വരുന്നത് ഞാൻ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഇവിടെ പണിയെടുക്കാനല്ല ഞാൻ വരുന്നത് എൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ വരുന്നത് എൻ്റെ ഒരു സമ്പാദത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് ഏതെങ്കിലും രീതിയിൽ അത് യൂസ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം there are hell lot of things in the world which money can't buy. മലയാളത്തിൽ പറയണം അല്ലേ? അതായത് ഈ കാശ് കൊടുത്ത് കീശയിൽ മേടിച്ചിടാൻ പറ്റാത്ത പല സംഭവങ്ങൾ ഈ ലോകത്തിലുണ്ടെന്നേ. അപ്പൊ കാശ് മാത്രം പോരാ, നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ പഠിക്കണം. 10-12 വർഷം ഒരേ കമ്പനിയിൽ വേറെ മാറ്റാൻ പറ്റുമോ? പോരാ, കുറെ കാര്യങ്ങൾ പഠിച്ചാലല്ലേ നമുക്ക് അടുത്ത ലെവലിലോട്ട് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾവേസ് തിങ്ക് ഇൻ ദ നെക്സ്റ്റ് ലെവൽസ്. ഇത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഞാൻ ഈ പറയുന്നതെല്ലാം ഈ ഹബിൽ ഞാൻ വന്നിട്ട് 10 ദിവസമായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഈ ലോകം കാണാൻ തുടങ്ങിയിട്ടും ഈ സെയിൽസും കസ്റ്റമേഴ്സിനെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായി. അതുകൊണ്ട് പറയുകയാണ്. പിന്നെ ഈ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ നോക്കിക്കോ, കാരണം സീരിയസ് ആണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഈ 2മത്തെ കാറ്റഗറിയിലുള്ളത് ഇതൊക്കെ എന്തിന്, ഞാൻ ഇതൊക്കെ കുറെ കണ്ടതാണ്, പിന്നെ പോയി പണിയൊക്കെ പറയാം. ഹബ് പെർഫോമൻസ് എന്നടുത്തൊരു കാര്യം പറയുന്നുള്ളൂ. ഇതേ സിറ്റുവേഷനിൽ ഞാനും കടന്നു പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളും കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇവർ നമ്മുടെ കൂടെ നിൽക്കും, ഇവർ നമുക്കിത് ചെയ്തു തരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് അത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാവും. ഈ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ഇതേ സ്റ്റേറ്റിലോട്ട് ഇപ്പൊ എത്തിയ ആൾക്കാരായിരിക്കും, പണ്ടുപോലെയുള്ള ആൾക്കാരാവില്ല. അവരെല്ലാം പെർഫോമൻസ് ആയിരിക്കും, അവരെല്ലാം ഹാർഡ് വർക്ക് ചെയ്തവരായിരിക്കും. പക്ഷേ ഒരു ചില കാരണങ്ങൾ കൊണ്ട് തൻ്റെ പെർഫോമൻസ് ഇവിടെ കറക്റ്റായിട്ട് വാല്യൂ ചെയ്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ഒരു എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാണ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് നല്ല പേര് ഇവിടെ കിട്ടാൻ പോകുന്നില്ല എന്നൊരു തോട്ട് പ്രോസസ് ഉള്ളവർ മാത്രമാണ് ഈ ഒരു ലെവലിലോട്ട് എത്തുക. അതിൽ വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, അതൊക്കെ മതി, അതൊക്കെ മതി എന്നുള്ള ആൾക്കാരുണ്ട്. അത് അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ 2ാമത് രീതിയിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇതൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി,
നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്നതെല്ലാം ഒന്നെങ്കിൽ നമുക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഇന്നേ ദിവസം വരെ നിങ്ങൾ ഉണ്ടാക്കിയേക്കുന്നതെല്ലാം, ഇന്നേ ദിവസം വരെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് എല്ലാം അത് നിങ്ങളുടേതാണ്. അത് നിങ്ങളുടെ അടുത്ത് നിന്ന് ആർക്കും ഇത് എടുത്തുകൊണ്ട് പോകാനോ ഇല്ല എന്ന് പറയാനോ പറ്റത്തില്ല. സോ ബി സെൽഫ് മോട്ടിവേറ്റഡ്. നിങ്ങളെ തന്നെ ആദ്യം ഒരു വിലയിരുത്തുക, സെറ്റപ്പ് ആവുക, അടിപൊളിയാകുക. ഇതൊക്കെ പറയാൻ നീ ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾക്ക് ഫ്രണ്ടായിട്ട് കാണാം. അങ്ങനെ ഫ്രണ്ടായിട്ട് കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം. അല്ല വേണ്ട, ആരാ നീ എന്നുള്ള ആൾക്കാർക്ക് പണ്ടേ ഈ വീഡിയോ നിർത്തി പോവുകയും ചെയ്യാം. ഇപ്പോൾ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ, ഇത് പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്, ഇത് എടുത്തുകൊണ്ട് പോയിട്ട് എങ്ങനെയാണ് എങ്ങനെ നടക്കുന്നു ഇതൊക്കെ, 90 എണ്ണവോ 100 എണ്ണവോ, എന്നെ കൊണ്ട് 10 എണ്ണം പറ്റുന്നില്ലല്ലോ, ഇത് എന്നെ കൊണ്ടാവോ? ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഞാൻ പറയാം, ഇതേ കാറ്റഗറി തന്നെയാണ് ഞാനും ഉള്ളത്. എനിക്കും ഈ സീനിയേഴ്സിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കസ്റ്റമേഴ്സിനെ ഡെയിലി കിട്ടാറുണ്ട്. അവര് പോയി നിന്ന് സംസാരിച്ച് സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് നല്ല മനസ്സായിട്ട് നമുക്ക് അവരെ ഇട്ട് തരും. മനസ്സിലാവുന്നുണ്ടോ? അവരത് ചെയ്യുന്നതിൽ ദുരുദ്ദേശമൊന്നുമില്ല കേട്ടോ. അവർ ചെയ്യുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? അതാണ്. അല്ലാതെ അവർ നമുക്കിട്ട് ചാമ്പൊന്നൊന്നുമല്ല. നമ്മൾ ഓഫീസിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള തോട്ട് ഇവിടെ ആർക്കുമില്ല എന്ന് പറഞ്ഞാൽ ആർക്കുമില്ല. അപ്പൊ പുതിയ പിള്ളേർ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലുള്ള കസ്റ്റമേഴ്സിനെയും ഇതുപോലുള്ള സമയം കളയുന്ന കസ്റ്റമേഴ്സിനെയും കോൾ എടുക്കാത്ത കസ്റ്റമേഴ്സിനെയും അവർ തരുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളത് ഹാൻഡിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ അവരെ പോലെ നമ്മളും ഒരു പെർഫോമൻസ് ആകാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒരു പ്രോസസ്സായിട്ട് കണക്കാക്കി അടുത്ത ലെവലിലോട്ട് കയറി വരണം. പിന്നെ വേറൊരു കേസ് പറയാം. ഇവിടെ ഈ നിൽക്കുന്ന സീനിയേഴ്സ് എല്ലാം, ഇവിടെ ഈ നിൽക്കുന്ന പെർഫോമൻസ് എല്ലാം ഒരു ദിവസം നിങ്ങളെപ്പോലെയും എന്നെ പോലെയും പുതിയതായിട്ട് ഈ ഹബിലോട്ട് കാലെടുത്ത് വെച്ചവരാണ്, അല്ലേ? അല്ലാതെ ആരെ കൊണ്ട് പറയാൻ പറ്റില്ല. സോ ടൈം മേക്സ് തിങ്സ് സിമ്പിൾ. അതിനേക്കാളും ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് മേക്സ് തിങ്സ് സിമ്പിൾ. അതിലും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇല്ല വേണ്ട, കൂടുതൽ പറയുന്നത്. അപ്പൊ അതാണ്. സോ നിങ്ങളൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി, അടിപൊളിയാകാം. സൂപ്പർ അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ അവസാനത്തെ കാറ്റഗറി, ഞാനിന്ന് ഒരാളെ മീറ്റ് ചെയ്തു. നമ്മളെ ഹബിലൂടെ ഒരാളായിരുന്നു, അയാളെ മീറ്റ് ചെയ്തു. വരുന്ന വഴിക്ക് വെച്ചിട്ടാണ് കണ്ടത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അയാൾ തന്നെയാണ്. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വിവേകേട്ടാ, 2 ദിവസം മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി വെറുതെ നിർത്തിയിട്ടിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോൾ ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ഏത് ജന്മത്തിൽ ചെയ്തതാണോ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആണ്. എനിക്കൊരു ലീവ് എടുക്കണം എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ ആരാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ കഴിവതും പുള്ളിയെ അവിടെ സമാധാനിപ്പിച്ചു വിട്ടു. എനിക്കിതിൽ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ഇതിൽ പുതിയതാണ്, പക്ഷെ ജീവിതത്തിൽ എനിക്ക് അവനേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു 2 ദിവസം ലീവ് എടുത്ത് പുറത്ത് പോയിട്ട് വാ, എല്ലാം സെറ്റാവും, ഒരു കുഴപ്പമില്ല. ഡീമോട്ടിവേറ്റഡ് ആകുന്ന സമയത്ത് നമുക്ക് അതൊക്കെ തോന്നും, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആകാൻ പാടില്ല. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് 4ാമത്തെ ആൾക്കാർ. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരടുത്തും തുറന്നു പറയാൻ പറ്റാതെ, ആരടുത്തും ഷെയർ ചെയ്യാൻ പറ്റാതെ, വീട്ടിലോ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും. ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമ്മൾ എൻഗേജ്ഡ് ആണ് എപ്പോഴും. അതും ഒരു ദിവസം 100, 90, 70 ഒക്കെ ഡെലിവറി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ലിറ്ററലി ടയേർഡാവും. നമ്മുടെ സോഷ്യൽ ലൈഫ് എന്നുള്ളത് അത് പൊതുവെ ഈ ജോബ് എന്നല്ല, ഏത് ജോബിലോട്ട് പോകുന്ന ആൾക്കും സോഷ്യൽ ലൈഫ് എന്നുള്ളത് വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് വേണ്ടി ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അത് ചിലപ്പോൾ ഗെയിം കളിക്കുന്നതായിരിക്കും, പാട്ട് കേൾക്കുന്നതായിരിക്കും, പാട്ട് പാടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ലീവ് എടുക്കുക. നമ്മുടെ രമേശ് ചേട്ടൻ എപ്പോഴും പറയുന്ന പോലെ ആഴ്ചയിൽ ഒരു ലീവ് എടുക്കുക. കുറച്ച് ഇതാവുക. ഡീമോട്ടിവേറ്റ് ആകുന്ന ടൈമിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. ദയവേത് കൂടുതൽ ചിന്തിക്കാതിരിക്കുക.
ഓക്കെ, നിങ്ങൾ അത്രയും നെഗറ്റീവ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഒരു ഫുൾ എഫേർട്ട് ഇടാത്ത ആൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ്, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാന്നുള്ള ഫീലിങ്സ് ഉണ്ടാവില്ല. ഫുൾ എഫേർട്ട് ഇടുന്ന ആൾക്ക് മാത്രമേ അങ്ങനെ കണ്ണ് നിറയത്തുള്ളൂ. സോ ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിടുന്ന എഫേർട്ട് ഇന്നല്ലെങ്കിൽ നാളെ, ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്, അത് ഇറ്റ് വിൽ ഗിവ് ഇറ്റ് യു ബാക്ക്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ താങ്ക്സ് ഫോർ യുവർ ടൈം. വലിച്ചു നീട്ടുന്നില്ല, 10 മിനിറ്റായി വീഡിയോ. ദയവ് ചെയ്ത് പറയാനുള്ളത് ഈ വീഡിയോയുടെ റിപ്ലൈ ആയിട്ട് തെറിയാണേലും ഇട്ട് തരണം. നന്ദി.